കാലത്ത് ഒരു 7-7:30 ആയി കഴിയുമ്പോൾ നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശത്തുള്ള ഹൗസിംഗ് കോളനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഉന്തുവണ്ടിയായിട്ടൊരു ചേച്ചി വരുന്നത് കാണാം. ഈ ചേച്ചിയുടെ പേരാണ് കസ്തൂരി. സംഭവം ചേച്ചി വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. വേസ്റ്റ് 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 ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴേക്കും ഈ ചേച്ചിക്ക് വേസ്റ്റായിട്ട് വീട്ടമ്മമാരും വീട്ടിലുള്ള ആളുകളൊക്കെ വരുന്നത് കാണാം. അതിനേക്കാൾ ഉപരി ഈ ചേച്ചിയായിട്ട് അവർ ഇടപെടുന്ന ഒരു സ്റ്റൈല് കണ്ടപ്പോഴാണ് ഇവരെന്തോ സംതിങ് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയത്. നമുക്കെന്തായാലും ഇവരുടെ പിന്നാലെ ഒന്ന് പോയി നോക്കാം. എല്ലാവർക്കും നല്ല നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലെ ഹൗസിംഗ് കോളനിയിലാണ്. നിൽക്കുന്നത് നമ്മുടെ ഹൗസിംഗ് കോളനിയുടെ സ്വന്തം കൗൺസിലർ വിജയ് ജോജിയേട്ടൻ. തൊട്ടടുത്ത് 2 പേര് നിൽക്കണ്ട. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് സ്വദേശികളാണ്. നമ്മളിപ്പോൾ ഈ മുല്ലപ്പെരിയാർ വിഷയമൊക്കെ വന്നോട് കൂടിയിട്ട് തമിഴ്നാട്ടിലെ ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള ദേഷ്യവും സംഭവമൊക്കെ ഉള്ളിൽ കൊണ്ടുനടക്കണം അല്ലേ. നമുക്ക് തമിഴന്മാരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ഇതൊക്കെ തോന്നും. പക്ഷേ ഈ ചാലക്കുടി ഹൗസിംഗ് കോളനിയിലുള്ളവരില്ലേ, ഈ 2 പേരെ ഇപ്പോൾ ജോജിയേട്ടൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സുബ്രഹ്മണ്യേട്ടൻ, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കസ്തൂരി ചേച്ചി, ഇവർ 2 പേരെയും ഈ ഹൗസിംഗ് കോളനിയിലെ വീട്ടുകാർ ഹൃദയത്തോട് ചേർക്കണം. ഞാൻ കാലത്ത് ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി ഇതുപോലെ ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആളുകളൊക്കെ വലിയ കാര്യമായിട്ടാണ് ചേച്ചിയോട് വർത്തമാനം പറയുന്നത്. ഇതെന്താണ് ഇവർ തമ്മിലുള്ളൊരു ആത്മബന്ധം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. 25 കൊല്ലമായിട്ട് ഹൗസിംഗ് കോളനിയിലെ ഇവിടെ വന്ന് ഇവിടുത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുമാണ് മാറിയിരിക്കുന്നത്. ആദ്യം ആക്രി കച്ചവടക്കാരായിട്ട് വന്നതിന് ശേഷം ഇവർ നമ്മുടെ മുരിങ്ങൂർ അഗസ്ത്യ തിയേറ്ററിൻ്റെ അവിടെയുള്ള കോളനി ഉണ്ടല്ലോ, അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആക്രി കച്ചവടം നടത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ അഗസ്റ്റിൻ എന്ന് പറയുന്ന ചേട്ടൻ നമ്മുടെ ജോജിയാനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു കസ്തൂരി എന്ന് പറഞ്ഞ ചേച്ചിനെയും ഈ സുബ്രഹ്മണ്യേട്ടനെയും ഇവർ 2 പേരെയും പരിചയപ്പെട്ടതോടുകൂടി ഇവിടുത്തെ വേസ്റ്റ് എടുക്കുന്ന ജോലിയും ഹരിതകർമ്മസേനയെ സഹായിക്കുന്നു. ഒപ്പം ഈ ചാലക്കുടിയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ജോലിയും ചെയ്ത് ഇന്ന് ഇവരുടെ ജീവിത നിലവാരം തന്നെ മാറിയിരിക്കുന്നു. അതായത് ഈ ഹൗസിംഗ് കോളനിയിലെ ആളുകളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് സുബ്രഹ്മണ്യേട്ടനും കസ്തൂരി ചേച്ചിയും എന്ന് പറയുന്ന ഈ 2 പേര്. ചാലക്കുടിക്കാരെങ്ങനെയാണ്, നല്ല ചങ്ങാതിമാരാണ്, അവർക്ക് അങ്ങനെ സ്ഥല വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ 2 തമിഴ് കുടുംബാംഗങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ് ചാലക്കുടിയിലെ ഹൗസിംഗ് കോളനി അംഗങ്ങൾ. ഇന്ന് വരെ സംഗതികളെല്ലാം മാറി, ജീവിത നിലവാരം മാറി. ആറ്റപ്പാടത്ത് വീട് വെച്ച് ഫ്രിഡ്ജായി, TV ആയി, വാഷിംഗ് മെഷീനായി, അങ്ങനെ എല്ലാ ജീവിത സൗകര്യങ്ങളും മാറിയിരിക്കുകയാണ്. ഈ ചാലക്കുടിയുടെ ഹൃദയസ്പന്ദനമായിട്ടുള്ള ഈ ഹൗസിംഗ് കോളനിയുടെ ജീവനായിട്ടുള്ള സുബ്രഹ്മണ്യേട്ടനെയും കസ്തൂരി ചേച്ചിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഒപ്പം ജോജിയേട്ടനും ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് നേരെ പോയി കാര്യങ്ങളും വിശേഷങ്ങളും ചോദിച്ചറിയാം. നല്ല നമസ്കാരം ചേച്ചി, സുഖമാണോ? എത്ര വർഷമായി ഇവിടെ ചാലക്കുടിയിൽ വന്നിട്ട്? എങ്ങനെയാണ് ഇപ്പോൾ? 25 വർഷമായി. ആദ്യം എവിടെയാണ് വന്നത്? കുപ്പിപ്പാട്ട കച്ചവടം. അത് എത്ര വർഷം ഉണ്ടായിരുന്നു? 7 വർഷം. ഇപ്പോൾ എവിടെയാണ് ആ സമയത്ത് എവിടെയാണ് താമസിച്ചിരുന്നത്? ആ സമയത്ത് 3 വർഷം ആയി ആദരിക്കടയിൽ തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ ഒരു വീട് നമ്മൾ അഗസ്ത്യ സിനിമ ഇടവഴിക്കുകയും ആ പഴയ റോട്ടിൽ ഒരു വീട് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹൗസിംഗ് കോളനിയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഹൗസിംഗ് കോളനിയിലേക്ക് മോളുടെ കൂട്ടുകാർക്കും കൂടി അഗസ്ത്യ ചേട്ടൻ്റെ വീട്ടിലേക്ക് പണിക്ക് കയറിയതാണ്. ഇവിടെ എത്ര വർഷമായി? ഇപ്പോൾ 27 വർഷമായി. ഇപ്പോൾ ഇവിടുത്തെ ആളുകൾക്കൊക്കെ നിങ്ങൾ ഭയങ്കര കാര്യമാണ്. നമ്മളുടെ അടുത്ത് നേരത്തെ ഉള്ള അറിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുണ പറയാൻ പാടില്ല, കളവ് പാടില്ല. ഇതൊക്കെ ഇല്ലാത്ത രീതിയിൽ മലയാളികളുടെ അടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ അവർ ജീവൻ കൂടി തന്ന് സഹായിക്കാനുള്ള ഒരു സഹായം കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറി. വേറെ ഏതെങ്കിലും ജോലികൾക്ക് പോകും? വീട്ടുപണികൾക്ക് പോകും. അതെവിടെ? ഇവിടെ തന്നെ ഹൗസിംഗ് ഉള്ളതാണ്, വേറെ പുറത്തൊന്നും പോകാറില്ല. ஒவ்வொரு வீட்டில் இதாகி ஒவ்வொரு வீட்டில் பணிக்கு போகும்போது தானே ஒவ்வொரு வீட்டில் விழிச்சு, இல்லாட்டி ஒவ்வொரு வீட்டில் விழிக்கில்ல பணிக்கு நேரத்தை. இப்போ எல்லா வீட்லேயும் விழிக்கும், ஒரு ஆள் விழிச்சு கொண்டால் എല്ലാ വീട്ടിലും ഇപ്പോൾ പണിക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. ഇപ്പോൾ ഈ വീടുകൾ നിങ്ങളെ ഏൽപ്പിച്ച് വീടുകളിൽ ആരും ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളൊക്കെ ചെയ്തിട്ട് താക്കോലൊക്കെ തരും. താക്കോല് തരും. വേറെ എവിടെന്നാലും പണി കൊണ്ടുപോകണം, അവർ കാറിൽ വെച്ച് ഞങ്ങൾ കൊണ്ടുപോകും. പണിക്ക് പോയിട്ട് വരും, അവർ കാറിൽ തന്നെ കൊണ്ട് മാറ്റും. വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ? എൻ്റെ വീട്ടിലെ മകളുണ്ട്, മകനുണ്ട്, പേരക്കുട്ടിങ്ങ 6 ആളുണ്ട്. മകനുക്ക് 2 പെണ്ണും 1 ആണും. മകൻ എന്താ ചെയ്യണേ? മകനാണ്. മകൻ എറണാകുളത്തേക്ക് പണിക്ക് പോകുന്നു. മകളോ? മകള് വീട്ടു പണിക്ക് പോകുന്നുണ്ട്. ഇനി മറ്റു മകൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യണം?
ഒരു മൂത്തവള് പഠിക്കുന്നുണ്ട് തിരുച്ചൂരിൽ വരുമാന കോളേജിൽ പഠിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കുട്ടി പഠിച്ച് GNM പഠിച്ച് വീട്ടിലിരിക്കുക ഇനി കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്. അപ്പം മോവൾക്ക് ഭർത്താവില്ല, 3 പെങ്കൊച്ചാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എൻ്റെ മോവൾ. താമസിക്കുന്നത് ഇപ്പോൾ എവിടെയാ? കൊരട്ടി ആറ്റപ്പാടം. കൊരട്ടി ആറ്റപ്പാടത്താണ്. റൈറ്റ് തൊട്ടടുത്തുള്ള വീടാണ്. വീടൊക്കെ പണിതോ? ആ വീടൊക്കെ പണി. സ്വന്തമായിട്ട് സ്ഥലമായി? സ്വന്തമായി സ്ഥലമായി. വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ? ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്യാസ് അടുപ്പ്. ഇപ്പം എങ്ങനെ തോന്നുന്നു ചാലക്കുടിക്കാരെ പറ്റി പറയുമ്പോൾ എന്താ തോന്നണേ? അതൊന്നും കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് നേരത്തെ എங்களுக்கு കരിയില്ല, ഒന്നുമില്ല, തമിഴ്നാട്ടിൽ പണിയില്ല. ഇവിടെ വന്നിട്ട് ഇറച്ചിന് മീനിന് എங்களுக்கு നല്ല സൗകര്യമുണ്ട് ഇവിടെ കേരളത്തിൽ. ചാലക്കുടിക്കാർ നല്ലവരാണ്. നല്ലവരാണ്. ഈ കൗൺസിലർ ജോജിയേട്ടൻ എങ്ങനെയൊക്കെ സഹായിച്ചത്? ജോജിയേട്ടൻ്റെ കാലിൽ വിളിച്ച് കുമ്പിടണം. ജോജിയേട്ടൻ്റെ കാലിൽ കുമ്പിടണം. എന്താ അങ്ങനെ പറയാൻ കാരണം? எங்களுக்கு பணியொക്കെ அவர் தானே தரண்டு ஒவ்வொரு வீட்டிலே பரிச்சை பண்ணுறோண்டு. MLA சார் வீட்டுக்கு பணிக்கு போகணும்னு പറയും. ஒவ்வொரு വീட்டுக்கு நாங்கள் പണിക്ക് പോകും ജോജിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകും. അങ്ങനെയാണ്. എങ്ങനെയാണ് ചേട്ടാ ഇവരെ ചേട്ടന് ഇങ്ങനെ ഈ ഹൗസിംഗ് കോളനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്? ഞാൻ ഈ ഹൗസിംഗ് ബോർഡ് കോളനിയിലേക്ക് വന്ന് 1998 98 വന്ന് ഏതാനും മാസം കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ രൂപം കൊടുത്തു. അപ്പോൾ അതിൽ അഗസ്റ്റേട്ടൻ, അനന്തേട്ടൻ, ഗോപിച്ചേട്ടൻ അങ്ങനെ ഞങ്ങൾ ഭാരവാഹികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഹൗസിംഗ് ബോർഡിലുള്ള ഓരോ വീട്ടുകാർക്കും 2 സെൻറ്റ് മുതൽ 2.5 സെൻറ്റ് മുതൽ 7 സെൻറ്റ് വരെയാണ് മാക്സിമം ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം പേർക്കും 2.5 സെൻറ്റും 5 സെൻറ്റും ഒക്കെയാണ് ഉള്ളത്. 7 സെൻറ്റിൻ്റെ വീട്ടുകാർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. അപ്പോൾ അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട 3 ഗ്രൗണ്ടിലാണ് ആൾക്കാർ കൊണ്ട് വേസ്റ്റ് കളിയിരുന്നത്. പുറത്തുനിന്നും വന്ന് വേസ്റ്റ് കളും. അപ്പോൾ നടന്ന് പോകാൻ പറ്റാത്ത വിധത്തിൽ രൂക്ഷമായിട്ടുള്ള ദുർഗന്ധവും കാര്യങ്ങളുള്ള സമയത്താണ് ഞങ്ങൾ ഇതിനൊരു പോംവഴി കണ്ടെത്താൻ വേണ്ടി ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അഗസ്റ്റേട്ടൻ പറഞ്ഞ് മുരുമൂര് റോഡ് പുറമ്പോക്കിൽ താമസിക്കുന്ന ഒരു സുബ്രഹ്മണ്യനുണ്ട്. സുബ്രഹ്മണ്യനായിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ അനന്തേട്ടനടക്കം പോയിട്ട് സുബ്രഹ്മണ്യനായിട്ട് സംസാരിക്കുകയും ഇവിടെ നിന്ന് നമ്മളൊരു ഡെയിലി വന്ന് വേസ്റ്റ് എടുക്കണം, അത് തരംതിരിക്കണം, പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും തരംതിരിക്കണം. അപ്പോൾ അതിന് ചെറിയൊരു തുക മാസം തരുമെന്ന് പറഞ്ഞു. സുബ്രഹ്മണ്യൻ സമ്മതിച്ചു. 25 കൊല്ലം മുന്നേ, അതായത് 99 ഈ വണ്ടിയായിട്ട് അന്ന് ഇറങ്ങിയതാണ് ഈ ഹൗസിംഗ് ബോർഡിലെ വീടുകളിലേക്ക് ഇറങ്ങി. അപ്പോൾ അന്നത്തെ കാലത്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേസ്റ്റ് കൊടുക്കാനൊക്കെ വളരെ മടിയായിരുന്നു. കാരണം വേസ്റ്റ് എടുക്കേണ്ട ചുമതല നഗരസഭയ്ക്കാണ്, അല്ലാണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നുള്ള നിലപാടിലായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രം ആദ്യം വേസ്റ്റ് കൊടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഹൗസിംഗ് ബോർഡിലെ മുഴുവൻ പേരും വേസ്റ്റ് കൊടുക്കണം. അതുകൂടാണ്ട് ഈ കസ്തൂരി സുബ്രഹ്മണ്യനും ഒരു ദിവസം ഹൗസിംഗ് ഹോളിൽ എത്തിയില്ലെങ്കിൽ ഈ ഓരോ വീട്ടുകാരെന്നെ വിളിക്കും. കസ്തൂരി എല്ലാ വീടുകളിലും പറയാറുണ്ട് ഞാൻ വരില്ല, നാളെ ഉണ്ടാവില്ല എന്നൊക്കെ ലീവ് പറയാറുണ്ടെങ്കിലും ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആളില്ലെങ്കിൽ പിറ്റേ ദിവസം അവരൊക്കെ എന്നെ വിളിക്കും കസ്തൂരി വന്നില്ല എന്നുള്ളത്. കസ്തൂരി സുബ്രഹ്മണ്യനും ലീവ് എടുക്കുന്നത് ആകെ ഇവരുടെ തമിഴ്നാട്ടിൽ ഉത്സവം അല്ലെങ്കിൽ അവിടെ ഇവരുടെ ബന്ധുക്കളുടെ കല്യാണങ്ങളുണ്ടാകുമ്പോൾ മാത്രമാണ്. ആദ്യമൊക്കെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഒരു പേടിയായിരുന്നു. ഇപ്പോൾ ഇത് രണ്ടും തമിഴ് കുടുംബങ്ങളാണ്, അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വീടുകളുടെ എല്ലാ ഈ ഹൗസിംഗ് കോളനിയുടെ ഭാഗമായിട്ട് മാറി കസ്തൂരി സുബ്രഹ്മണ്യൻ. എല്ലാവരും ഈ 1 മണിക്കൂർ നേരത്തെ വേസ്റ്റ് എടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഈ കസ്തൂരി ചേച്ചിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിശ്വാസത്തോടെ താക്കോലടക്കം ഏൽപ്പിച്ച് ഇവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സുബ്രഹ്മണ്യന് ഇത്തിരി ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളതിൽ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ സുബ്രഹ്മണ്യനുള്ള ചികിത്സാ ചെലവ് ഹൗസിംഗ് കോളനിക്കാരും പോരാത്തുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സമീപത്തെ സ്ഥലത്തു നിന്നും സുബ്രഹ്മണ്യം വേസ്റ്റ് എടുക്കാറുണ്ട്. അവരോട് ഉൾക്കൊള്ളിച്ചിട്ട് ചികിത്സയ്ക്കുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ കസ്തൂരിക്ക് ചേച്ചിക്ക് കഴിഞ്ഞ ദിവസം 17 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഞങ്ങൾ ഇവർക്ക് കൈമാറി കഴിഞ്ഞു. അപ്പോൾ അത് പ്രായം കൂടുതലായതിൻ്റെ പേരിൽ സുബ്രഹ്മണ്യന് എടുക്കാൻ പറ്റിയിട്ടില്ല, കസ്തൂരിക്ക് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവരുടെ ജീവിത സാഹചര്യമായി മാറി. റോഡ് പുറമ്പോക്കിൽ താമസിച്ചിരുന്ന സുബ്രഹ്മണ്യൻ ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമിയായി, സ്വന്തമായിട്ട് വീടായി, വീട്ടിലേക്ക് കൊണ്ട് എല്ലാ സാധന സാമഗ്രികളായി. അതോടൊപ്പം തന്നെ മക്കളുടെ കുട്ടികളൊക്കെ പഠിച്ചിന്ന് എല്ലാവരും BCom BA ഒക്കെ പഠിച്ച് ഡിഗ്രി തലങ്ങളിലേക്കൊക്കെ മാറി. അടുത്ത കുട്ടി നേഴ്സിങ്ങിന് പഠിക്കാൻ പോണ്. അവരെ കുടുംബ പശ്ചാത്തലം തന്നെ ആകെ മാറി. ഇന്ന് പൊതുജീവിതത്തിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു. വളരെ സന്തോഷമായിട്ടുള്ള കാര്യം, ഈ ഒരു കുടുംബം ഇന്ന് ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുരിങ്ങൂർ അഗസ്ത്യ തിയേറ്ററിൻ്റെ മുന്നിലൂടെ ഒരു വഴി പോകുന്നുണ്ട്, നമ്മുടെ പാലത്തിൻ്റെ വഴിക്ക്. ആ വഴിയിലാണ് ഇപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന ഭാഗത്തും അതുപോലെ തന്നെ അഗസ്ത്യ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ തിയേറ്റർ കഴിഞ്ഞിട്ടുള്ള ഈ പ്രദേശം, ആ ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതുപോലെ ഈ സൈഡിൽ ഈ ഭാഗത്തൊക്കെ ഏകദേശം ഒരു 100-100ഓളം വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പം എൻ്റെ ഈ പിറകിൽ, അതായത് ഈ സ്ഥലത്തായിരുന്നു ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ കസ്തൂരി എന്ന് പറയുന്ന ചേച്ചിയും സുബ്രഹ്മണ്യൻ ചേട്ടനും താമസിച്ചിരുന്ന വീട് ഇവിടെയായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട കസ്തൂരി ചേച്ചിയുടെയും സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെയും വീടാണ്. ഇത് ആറ്റപ്പാടത്ത് നമ്മുടെ റെയിൽവേ ലൈനിൻ്റെ ട്രാക്കിൽ കൂടെ നമ്മുടെ ആറ്റപ്പാടത്തേക്ക് കടക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ വീടെത്തും. അപ്പോൾ ഈ ഇവരുടെ വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഏകദേശം ഒരു 10-25 വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്രി കച്ചവടം നടത്തുന്നതിന് വേണ്ടി വരികയും
നമ്മുടെ മുരിങ്ങൂർ അഗസ്ത്യ തിയേറ്ററിൻ്റെ അവിടെയുള്ള കോളനിയിലാണ് ആദ്യം താമസിച്ചിരുന്നത്. പിന്നീട് ഹൗസിംഗ് കോളനിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് അവരുടെ ഹൃദയമായി മാറുകയും അങ്ങനെ അവിടെ നിന്നൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഉണ്ടാക്കിയ വീടും ഈ കസ്തൂരി ചേച്ചിയുടെയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെ ഒക്കെ ഫാമിലിയാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. എൻ്റെ പിറകെ നിൽക്കുന്ന ഇത് കസ്തൂരി ചേച്ചിയുടെ പിറകെ നിൽക്കുന്നത് മകൻ്റെ ഭാര്യയാണ്. ഇത് മകൻ്റെയും മകളുടെയൊക്കെ മക്കളാണ് ഈ നിൽക്കുന്നത്. ഇവരൊക്കെ ഒരാൾ +2 കഴിഞ്ഞു, മറ്റൊരാൾ നഴ്സിങ്ങിന് പോകാനായിട്ട് കൊടുത്തിരിക്കുന്നു. രണ്ടുപേരും നഴ്സിങ്ങിന് പോകാൻ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താ പറയുക, നമുക്കൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ പ്രയത്നിച്ച് കഴിഞ്ഞാൽ നേടാത്ത സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രയത്നിക്കില്ല. ഇവരിവിടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിൽ നിന്നും പ്രയത്നം കൊണ്ട് നേടിയെടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലുള്ളവരെ കുറ്റം പറയുമ്പോൾ തീർച്ചയായിട്ടും ചാലക്കുടിയിലുള്ളവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെയും കസ്തൂരി ചേച്ചിയുടെയും വീടും അവരുടെ ജീവിതവുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. നന്ദി, നമസ്കാരം. ജീവിതം ഒരു വിധത്തിൽ പച്ച പിടിപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു കസ്തൂരി ചേച്ചിയും സുബ്രഹ്മണ്യൻ ചേട്ടനും കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദമ്പതികളുടെ ജീവിതത്തിലേക്ക് മറ്റൊരു ദുരന്തം കടന്നു വന്നത്. അത് മറ്റൊന്നുമല്ല, സുബ്രഹ്മണ്യൻ ചേട്ടൻ അർബുദബാധിതനായി ഗുരുതരാവസ്ഥയിൽ അമല ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഹൗസിംഗ് കോളനിയിലെ കുടുംബങ്ങളും വാർഡ് കൗൺസിലർ VJ ജോജിയേട്ടനുമൊക്കെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അവർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഗുരുതരാവസ്ഥയിലാണ്. 25 വർഷം മുൻപ് ആക്രി കച്ചവടക്കാരായി വന്ന് പിന്നീട് ഓരോ വീടുകളിലും കയറി വേസ്റ്റുകൾ സ്വീകരിച്ച് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു വലിയ കാര്യം ഈ ഹൗസിംഗ് കോളനിയിൽ ചെയ്ത് ഒടുവിൽ അവരുടെ വിശ്വസ്തരായി മാറിയ ഈ ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം, സഹായിക്കാം. സുബ്രഹ്മണ്യൻ ചേട്ടൻ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന.